വിദ്വേഷ പ്രസംഗം കുണ്ടറയിലെ പൂച്ചാണ്ടി മെത്രാൻ കോടതിയിൽ ഹാജരാകണം. ഒരു കാലത്ത് സെമിനാരി കുട്ടികളുടെ പേടി സ്വപ്നമായിരുന്ന കുണ്ടറ പണിക്കർ എന്നറിയപ്പെടുന്ന ദിയസ്കോറോസ് മെത്രാന് വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകുവാൻ ഉത്തരവ്. ഇത് ആദ്യമായാണ് ഒരു കൂതാശപ്പണിക്കാരനോട് നേരിട്ട് കോടതിയിൽ വന്ന് വിശദീകരണം നൽകുവാൻ ആവശ്യപ്പെടുന്നത്. ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ബ്രാഞ്ചിന്റെ മാനേജരാണ് ദിയസ്കോറോസ് എന്ന ഈ മെത്രാൻ. വാഴൂർ മത്തായിക്ക് ശേഷം എങ്ങനെയെങ്കിലും ദേവലോകത്തെ അസുരനാകണം എന്ന് പറഞ്ഞ് നടക്കുന്ന മുതലാണ് ഇദ്ദേഹം. ദിയസ്കോറോസ് ചേട്ടൻ എറണാകുളം അഡീഷണൽ ജില്ലാ കോടതി 1 2025 മാർച്ച് മാസം 14-ാം തീയതി ഹാജരാകണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളി ഇടവാംഗമായിരുന്ന കിഴക്കേ വീട്ടിൽ പരേതയായ മറിയാമരാജനെ അപമാനിച്ച് പ്രസംഗിച്ചതിൽ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. 2019 ഒക്ടോബർ മാസം 28-ാം തീയതി കട്ടച്ചിറയിൽ മരണപ്പെട്ട മറിയാമരാജനെ സംസ്കരിക്കുന്നതിൽ സഭാതർക്കവുമായി ബന്ധപ്പെട്ട് കട്ടച്ചിറ പള്ളിയിൽ സംഘർഷം ഉണ്ടാകുകയും മൃതശരീരം സംസ്കരിക്കുന്നതിന് ഓർത്തഡോക്സ് വിഭാഗം തടസ്സം നിൽക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ മൃതശരീരം സ്വന്തം ഭവനത്തിൽ കൊണ്ട് പ്രത്യേകം പേടകം തയ്യാറാക്കി സൂക്ഷിക്കുകയും നീണ്ട 39 ദിവസങ്ങൾക്ക് ശേഷം ഇടവകയുടെ നേതൃത്വത്തിൽ മൃതശരീരം 2019 ഡിസംബർ 6-ന് സംസ്കരിക്കുകയും ചെയ്യുകയുണ്ടായി. കേരളമൊട്ടാകെ ചർച്ചയായ ഈ വിഷയത്തിൽ കേരള സർക്കാർ അടിയന്തരമായി ഇടപെടുകയും സഭാതർക്കത്തിൽ ഒരു നാഴികക്കല്ലായി 2020 ജനുവരി 1-ാം തീയതി സെമിത്തേരി ബിൽ കൊണ്ടുവന്നതിലൂടെ താത്കാലികമായി ശവസംസ്കാര ശുശ്രൂഷകളുടെ തടസ്സം നീങ്ങുകയുണ്ടായി. ഇതിലുള്ള അമർഷവും വിരോധവും കൊണ്ട് ദിയസ്കോറോസ് പത്തനംതിട്ട മാങ്കംകുന്നിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ വെച്ചാണ് മരണപ്പെട്ട വൃദ്ധയായ ഈ മാതാവിനെ അധിക്ഷേപിച്ച് പ്രസംഗിച്ചത്. തന്നെത്താനെ ഉണ്ടാക്കിയിട്ട് ഇവർ ഞങ്ങളെ അതിക്രമിക്കുന്നു എന്ന് പറയുകയാണ്. കട്ടച്ചിറ അമ്മച്ചി വീട്ടുകാർ നോക്കാതെ കിടന്ന അമ്മച്ചിയാണെന്നാണ് എന്റെ ബോധ്യം. അങ്ങനെ അല്ലെങ്കിൽ ആ അമ്മച്ചി അങ്ങനെ വിടുകയില്ലായിരുന്നു. ആ അമ്മച്ചി അങ്ങനെ വിട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം നോക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. കാരണം അവരുടെ കൂട്ടത്തിൽ വലിയ വലിയ ആളുകളുടെ അമ്മമാരും അപ്പന്മാരും ഒക്കെ അടക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലാതെ കൊണ്ട് നടക്കുകയും ചെയ്തു. ഈ അമ്മച്ചിയെ ചോദിക്കാൻ ആളില്ല. ഒരു നാടകം നടത്തി. ആ നാടകം നടത്തിയിട്ട് ഓർത്തഡോക്സുകാരാണ് കുഴപ്പക്കാരെന്ന് സമൂഹത്തിന് മുൻപാകെ ബോധ്യപ്പെടുത്തി സെമിത്തേരി ബില്ല് എന്ന പേരിൽ ഒരു ബില്ലും കൊണ്ടുവരിപ്പിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായ ഈ പ്രസംഗത്തെ തുടർന്ന് മാനഹാനി ഉണ്ടായതായി കാണിച്ച് കുടുംബാംഗമായ ജിൽസി ജേക്കബ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സൗത്ത് പോലീസിനോട് പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുവാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നടന്ന വാദങ്ങൾക്കൊടുവിൽ പ്രഥമദൃഷ്ട്യാ ദിയസ്കോറോസ് മെത്രാൻ കുറ്റം ചെയ്തുവെന്ന കണ്ടെത്തലിലാണ് കോടതി നേരിട്ട് ഹാജരാകണമെന്ന ഉത്തരവിട്ടത്. കക്ഷികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് KJ ജോസഫ് ഹാജരായി. വിഷം തുപ്പുന്ന ഇവനൊക്കെയാണ് മെത്രാൻ, ഈ വിടുവായനൊക്കെയാണ് ഇന്ന് ക്രൈസ്തവ സഭകളുടെ ശാപം എന്ന് പറയുന്നത്. കൂതാശപ്പണിക്ക് നടക്കുന്ന മാതാപിതാക്കളെ നോക്കിയിട്ടില്ലാത്ത, അവരുടെ അവസാന ഘട്ടം അവരെ നോക്കാത്ത, ശുശ്രൂഷിക്കാത്ത ഇവനൊക്കെ അവരുടെ വിലയറിയുമോ? വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി സാമുദായിക ചേരിതിരിവുണ്ടാക്കി നേട്ടം കുയ്യുവാൻ ശ്രമിക്കുന്ന ഇവനെയൊക്കെ കോടതി നിലയ്ക്ക് നിർത്തണം. അതുപോലെ കോടതിയിൽ വരുമ്പോഴെങ്കിലും മനുഷ്യന്മാർക്ക് ഭയമുണ്ടാക്കുന്ന ഇത്തരം അളിഞ്ഞ പൂച്ചാണ്ടി ഡ്രസ്സൊക്കെ ഊരിക്കളഞ്ഞ് മാന്യമായി മനുഷ്യർ ധരിക്കുന്ന വേഷവും ഇട്ട് വരുവാൻ കോടതി ഉത്തരവിടണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.